രണ്ടാം ഡോസ് കൊടുക്കുമോ അല്ലെങ്കിൽ ആദ്യത്തെ ഡോസ് ശരീരത്ത് ആനയിടത്ത് കൊണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം അക്കാര്യത്തിൽ വ്യക്തത വരും. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് ഈ ദൌത്യം കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഒന്നും പറയാൻ കഴിയുന്നത്. രാവിലെ മുതൽ വാഴത്തോപ്പിൽ തമ്പടിച്ചിരുന്ന ആന ഒരു ഘട്ടത്തിൽ കുന്നുകടന്ന് മുകളിലേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ച് വാഴത്തോപ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ മണ്ണ് വാരി ശരീരത്തെറിഞ്ഞ് കളിക്കുന്ന കൊമ്പനെയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും രാവിലെ മുതൽ ഇവിടെ നിലയുറപ്പിച്ചെങ്കിലും യാതൊരു തരത്തിലുമുള്ള പ്രകോപനം, ഒരു ചിഹ്നം വിളിച്ചു പോലും ആളുകൾക്കൊരു പ്രകോപനം ഈ കൊമ്പന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നാണ് ഏറെ ശ്രദ്ധേയം. പക്ഷേ രാത്രിക്ക് മുമ്പ് കൊമ്പനെ തളയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾക്ക് അത് വലിയ ആശങ്ക നൽകുന്ന ഒരു ഘടകമായി തന്നെ മാറും. എന്തായാലും എല്ലാ വശങ്ങളിലും ജനങ്ങളും ഉദ്യോഗസ്ഥരും തമ്പടിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം വീണ്ടും കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി മൈസൂരിലെ കാടുകളിലേക്ക് വിടാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് അധികൃതർക്കുള്ളത്. എല്ലാ സന്നാഹങ്ങളും ഒരുക്കി ഇപ്പോൾ വീണ്ടും അധികൃതർ തയ്യാറായി നിൽക്കുന്നു. അടുത്ത ഡോസ് കൊടുക്കുമോ, ആദ്യ ഡോസ് ഇതിന് ഏറ്റവും എന്തടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം നമുക്ക് അറിയാൻ കഴിയും. ധന്യവാദം.